എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? എന്ന് നോക്കുക, അടിപൊളി ഒരു കറിയാണ്. പൊട്ടറ്റോ കറി എല്ലാ വീട്ടിലും വെക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെടാതിരിക്കുന്ന വെജിറ്റബിളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ കഴിക്കാത്ത, അതൊക്കെ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാം. അവർ പോലും അറിയാതെ ആ പോഷകങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ ചെല്ലാനൊരു വിദ്യയുണ്ട് ഇതിൽ. അതോടൊപ്പം തന്നെ ഒരു സീക്രട്ടും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് കത്തിരിക്കയും അമരപ്പയറുമാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് പിടിക്കുന്നില്ല ആ ഐറ്റങ്ങൾ നിങ്ങളിതിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ പാവയ്ക്ക, മത്തങ്ങ അതൊന്നും ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത് മധുരം, അതിന് വേറൊരു ഫ്ലേവറായിപ്പോൾ കേട്ടോ. ചൊരക്ക പോലെയുള്ളത്, അല്ലെങ്കിൽ പപ്പായ, അല്ലെങ്കിൽ കുമ്പളങ്ങ, അതൊക്കെ ചേർത്താൽ വലിയ വ്യത്യാസം വരില്ല. ഞാൻ അങ്ങനെയുള്ള ഐറ്റമൊക്കെ വെച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി 3 വിസിലിന് ഉപ്പ് ചേർത്ത് പുഴുങ്ങി മാറ്റി വെച്ചു. അത് കണ്ടല്ലോ അല്ലേ? ഇനി ഒരു അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാൻ കുക്കറിലായിട്ടോ ചെയ്യണേ. എന്നെ കുക്കർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. എനിക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വളരെ ഒരു കൂട്ടുകാരിയെ പോലെയാണ്. അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ എല്ലാം കാണിക്കുന്നത് കേട്ടോ. ചില ഐറ്റമൊക്കെ ചെയ്യുമ്പോൾ കുക്കർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം മാത്രമാണ് ഞാൻ കുക്കർ എടുക്കാതിരിക്കുക. ഇതാ ജീരകമാണ് പൊട്ടിച്ചത്, വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി വഴണ്ടി വരുമ്പോൾ ഒരു വലിയ സവാള, അല്ലെങ്കിൽ ഒരു 2 ചെറിയ സവാള കേട്ടോ, അത് വഴറ്റുക. ഒരു നുള്ളു ഉപ്പോ അല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര വേണമെന്നില്ല, ഉപ്പ് തന്നെ ചേർത്ത് വഴറ്റിയാൽ മതി. അപ്പം നമ്മുടെ കറിയൊക്കെ ഈ സവാളയൊക്കെ, കറിക്കുള്ള സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം. ഞാനിത് നമ്മളൊരു കുക്കിംഗ് ചാനലായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, പറയാതെ പറ്റില്ലല്ലോ. പിന്നെ മസാലകളെല്ലാം, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. നിങ്ങൾക്ക് ചിക്കൻ മസാല ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം എഴുതും. എന്തെങ്കിലും വിട്ടുപോയാലും ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ഞാനതിൽ ചേർത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്. അതിൻ്റെ 2 കാര്യം ഇതിൽ ഞാൻ പറയുന്നത്. അതൊരു എപ്പിസോഡായിട്ട് ചെയ്യാനൊന്നുമില്ല. എനിക്ക് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടച്ച് വരും. എൻ്റെ ഹസ്ബൻഡ് തമിഴ് ഫാമിലിയായിട്ട് ഇതുള്ളതുകൊണ്ട്, തമിഴായതുകൊണ്ട് എനിക്ക് അവിടുത്തെയും വരും കേട്ടോ. അതല്ലാതെ വന്നു കഴിഞ്ഞു. ഈ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ കേടാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. തൈര്, അതായത് ഞാൻ കട്ടിപ്പാൽ, നമ്മുടെ പാല് ചെറിയ ചൂടോടുകൂടി 1 സ്പൂണ് തൈര് ഒഴിച്ച് ഞാനൊരു നല്ല മൺപാത്രം അല്ലെങ്കിൽ സ്പടിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് പോകും. വൈകിട്ട് വരുമ്പോഴേക്കും തൈര് റെഡി. പുളി അധികം ഉണ്ടാവില്ല, ഒരു ക്രീം പോലെ ഇരിക്കും. നമുക്ക് തേങ്ങയൊക്കെ പെട്ടെന്ന് അരയ്ക്കാൻ പറ്റാത്ത കറികളൊക്കെ ആണെങ്കിൽ ഇത് 2-3 സ്പൂണൊന്ന് ഉടച്ച് ചേർത്താലും മതി. നന്നായി ഉടച്ച് ചേർക്കുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി ചേർത്താലും മതി. പിന്നെ അത് കഴുകിയുള്ള വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. യാതൊരു കാരണവശാലും കുക്ക് ചെയ്ത് പകുതിയായ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം വീണ്ടും ചേർക്കരുത്. എപ്പോഴും ചെറിയ ചൂടുവെള്ളം ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അപ്പം അത് കഴുകി ഒഴിക്കണ വെള്ളം ചേർക്കുക. പിന്നെ ഉപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് വേവിച്ചുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഇത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. രാത്രി എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ചിലപ്പോൾ കളറൊക്കെ അതേപോലെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കത്തിരിക്കയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അമരപ്പയർ, അത് ഇതിൽ ചേർക്കാം. നോക്കൂ, നന്നായിട്ട് ഇത് കണ്ടോ, നല്ല വഴണ്ടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അത് ചേർക്കാം. പിന്നെ ഉപ്പുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം. കത്തിരിക്ക പോലെ ഇഷ്ടപ്പെടാത്ത ഐറ്റങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ ഞാൻ ഒത്തിരി കത്തിരിക്കയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളതൊക്കെ കാണണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണം. എന്നാലേ എനിക്ക് വലിയ നല്ല റെസിപ്പികളൊക്കെ ഇനി വെച്ച്, അത് ആൾക്കാർ അധികം കാണാത്തതുകൊണ്ട് ഞാനത് ഇടുന്നത് പ്രയോജനമില്ലാണ്ടാവില്ലേ. അപ്പോൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങളുടെ കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. അത് ഞാൻ പറഞ്ഞതാണ്, വീണ്ടും അത് പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനൊക്കെ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
ഇതാ കുക്കറിൽ ഒരു വിസിലിനാണ് ഞാൻ വേവിച്ചത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കത്തിരിക്കയും ഈ അമരപ്പയറൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇതെന്തായിട്ടൊന്നും ആർക്കും മനസ്സിലാവേയില്ല. അപ്പോൾ ഇത് അവരുടെ ഉള്ളിൽ പോയിക്കോളും. അതേസമയം ഈ പൊട്ടറ്റോ നല്ല വലിയ കഷ്ണമായിട്ട് എടുക്കണം കേട്ടോ. പൊട്ടറ്റോ ആണെന്ന് വിചാരിച്ച് ഇവർ കഴിച്ചോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുഴയണത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി തിക്കായിട്ടിരിക്കും. കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത്, ഞാൻ സെമി ഗ്രേവി ആയിട്ട് എടുത്തേക്കണേ കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് കുറുമ ഉണ്ടാക്കുന്ന സമയം പോലും വേണ്ട, അത്ര പെട്ടെന്ന് ഉണ്ടാക്കാം ഇത്. എനിക്ക് ഉപ്പ് കുറവ് തോന്നിയുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടതാണ്. ടേസ്റ്റ് നോക്കിയിട്ടെടുക്കുക. പിന്നെ ഇതങ്ങോട്ട് വഴണ്ട് വരുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. ഉണ്ടോ എണ്ണയൊക്കെ തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. മാക്സിമം ഞാൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ. ഇനി എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.